So hello guys, welcome back. നിങ്ങൾക്കറിയാം ആര്യഭട്ട എന്തുവാ കണ്ടുപിടിച്ചതെന്ന്? ആര്യഭട്ട നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ആര്യഭട്ട കണ്ടുപിടിച്ചത് ട്രൂം 5 minute ക്രാഫ്റ്റുവാ. സീറോയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഒരേ കണക്കാ. വട്ട പൂജ്യവാ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 5 minute വിവരക്കേടും ട്രൂമിനെ കുറിച്ചാണ്. എന്നെ നിങ്ങൾ നേരത്തെ തൊട്ടേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഒരു 5 minute ക്രാഫ്റ്റിന്റെ ട്രൂമിന്റെ വീഡിയോ ഇട്ടായിരുന്നു. അതെന്നെ നേരത്തെ തൊട്ടേ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയുകയും ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അതുകൊണ്ട് അതും കൂടെ ചെയ്തേക്ക്. പിന്നെ ബെല്ലും കൂടെ ഓൺ ആക്കി ഓളിലൊക്കെ ഇട്ട് വെച്ചേക്ക്. എപ്പോഴും അപ്ലോഡ് ചെയ്ത് ശല്യപ്പെടുത്തത്തില്ല. ഇല്ല. Did you try using a chair? No matter how hard you try, it's not working. പറ്റത്തില്ല. കേറി പോയോ? A life hack with a stack of books is useless too. കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും അമ്മയാണോ ഞാനത് ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. Friend support isn't working. ഇത് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനെ വിളിക്കും. ചവിട്ടി കീറും. മൂടിഞ്ഞ എവിടെ ഒന്നും കാണത്തില്ല. പിന്നെ ആ സൗണ്ട് ഒരുമാതിരി ചെവിയിലോട്ട് കുത്തി കയറുന്നു. Friend support isn't working. There is one last option left. Bananas are coming to the rescue. ഏത്തക്ക. Banana peels. Put them under each foot. ഏത്തക്ക കൊണ്ട് എന്തുവാ? ഏത്തക്കയെങ്കിൽ ഏത്തക്ക. ഇതും കൊണ്ട് അവന്മാർ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാ. കാണാം. ഒരു കടയിൽ ചെന്നിട്ട് ഞാൻ ആ പുള്ളിയോട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി 2 ഏത്തക്ക തരാൻ പറഞ്ഞു. 2 ഏത്തക്ക. Now it's going to happen on its own. ദൈവം കൊടുത്തൊന്നും വേണ്ടേ? നല്ല മികച്ച ലൈഫ് ഹാക്കാ. ഇതിന് സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയും. ഇതിലും വേദം കൂട്ടുകാരെ വിളിച്ച് വലിച്ചു കീറുന്നതാ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോയി ഇത് പോയി പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ കൊടുക്കേണ്ടി വരും. എന്തിനാ ചുമ്മാ വീട്ടുകാരെ. How do the splits feel? അവൻ സോക്സ് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ പഴത്തോലി? അല്ലാതെ തന്നെ കീറാവായിരുന്നല്ലോ. എന്തിനാ പഴത്തോലിയെ നോവിച്ചത്? കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്ന മണ്ടപത്തിന്നെങ്കിലും വിളിക്കായിരുന്നു. I dropped the banana peel on the floor. That's embarrassing. ഇതിലെന്തോ നാണക്കേടാ? അത് കുഞ്ഞി എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിലോട്ട് കളയണം. അത്രയല്ലേ ഉള്ളൂ. ഇതിലെന്തോ നാണക്കേടാ തള്ളേ? Oh, it's okay. Take the peel from another banana, put your feet on them, and have fun sliding on the floor. ഓ ഏത്തക്കയുടെ തൊലി താഴെ വീണ് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റരുത്. അത് ഇരുന്ന് നിരങ്ങിക്കൊണ്ട് പോണം. അപ്പൊ ഗൈസ്, അവര് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചാലഞ്ച് ചെയ്തിരിക്കും. ആരാ പോന്നെ? അവര് പോയിട്ട് ചെയ്യാവേ. അപ്പൊ നമ്മൾ വളരെ ക്രൂരമായി തന്നെ ഏത്തക്കയുടെ തൊലി എടുത്തിരിക്കുന്നു. ഇനി അവര് പറഞ്ഞ സാഹസത്തിന് നമ്മൾ മുതിരുകയാണ്. ഏത്തക്ക താഴെ ഇടുക. എനിക്ക് പ്രത്യേകിച്ച് രസമൊന്നും തോന്നുന്നില്ല. ഇത് നിരങ്ങുന്നില്ല. It'll be even cooler if you call a friend for help. Sometimes it's great to feel so silly. ഇത്രയും വലിയ മണ്ടത്തരം ലോകത്ത് വേറൊരാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ നടന്നു പോകാൻ നേരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ തൊലി താഴെ വീഴുന്നു. നിങ്ങൾ ജീവിതത്തിന്റെ പരമാനന്ദം നേടാൻ അതിന്റെ മണ്ട കയറി നിൽക്കുന്നു. നിങ്ങൾ ആ സമയം കൂട്ടുകാരനെ വിളിച്ച് നിരക്കിക്കുന്നു. അങ്ങനെ ഇരിക്കാൻ നേരം നിങ്ങളുടെ അമ്മ അത് കാണാൻ ഇടയാകുന്നു. 150 കിലോമീറ്റർ സ്പീഡിൽ ഒരു ചെരുപ്പ് വന്ന് ഉച്ചയ്ക്കടിക്കും. I think some extra volume wouldn't hurt here. A lot of girls are familiar with this problem. Take 2 bananas. ഇപ്പോഴാ ഇവര് കറക്റ്റ് വഴിയെ കൂടെ വന്നത്. ഏത്തക്ക തിന്നും ആരോഗ്യം വർദ്ധിപ്പിക്കും, അല്ലാതെ വിവരക്കേടല്ല. നമുക്ക് കാണാം. Put one under each and make a banana push up.
എന്ത്? ഇത് ഈ ലോകം തന്നെ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത്. ചിലയിടത്ത് ആൾക്കാർ ഒറ്റയ്ക്ക് വലിച്ചു കീറുന്നു ഏത്തക്ക കൊണ്ട്. ചിലയിടത്ത് ആൾക്കാർ ഏത്തക്കയുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന് നിരങ്ങുന്നു. ചിലയിടത്താണെങ്കിൽ ആൾക്കാർ ഒന്നും പറയുന്നില്ല. ഇതുങ്ങളുടെയൊക്കെ തൊണ്ടയിൽ ഒരു പഴമെങ്കിലും കുരുങ്ങി അങ്ങ് ചത്താൽ മതിയായിരുന്നു. ശരിയല്ല, നമ്മളാരും അങ്ങനെ ചാവുന്നൊന്നും പറയുന്ന അതത്ര നല്ലതൊന്നുമല്ല. ഒരു ഏത്തക്കയെ തെന്നി വീണിട്ട് തലയിടിച്ചങ്ങ് ചത്താൽ മതിയായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നീട്ടിക്കൊടുത്തതാ. ഇമാതിരി പണിക്കാണ് പറയുന്നത് വൃത്തിയായിട്ട് പൊട്ടനാക്കുക എന്ന്. അല്ല, ഇവര് ഇത് ചെയ്യുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കും, ഇവരെന്തിനാ ശരിക്കും ചെയ്യുന്നത്? ഒരർത്ഥവും ഇല്ലാത്ത സാധനം ഇവരെന്തിനാ ചെയ്യുന്നത്? നാത്തോള് കഴിഞ്ഞാൽ ഇവരാളെ പറ്റിക്കുന്നതിന്റെ മെയിൻ. ഇമാതിരി മോട്ടോർ പണികൾ ഞാൻ ടിക്ടോക്കിലേ കണ്ടിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പാവം നമ്മുടെ ടിക്ടോക്കിലെ ചേട്ടന്മാരും ചേച്ചിമാരും എന്തോരം അവഗണന അനുഭവിച്ച്. ഇപ്പൊ സത്യമായിട്ട് അവരുണ്ടായിരുന്ന ഞാൻ പറഞ്ഞേനെ അവര് വെറും തോൽവി, ഇവര് ലോക തോൽവി വന്ന്. മനുഷ്യന്റെ ശരീരത്ത് ഒരു സാധനമുണ്ട്, അതുള്ള കാര്യം ഇവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. മിക്കവർക്കും അറിയത്തില്ല അതുള്ള കാര്യം. ആ സാധനത്തിന്റെ പേര് പല്ലെന്നാണ്. അത് നിങ്ങൾ ഒത്തിരി കേൾക്കാൻ വന്നിട്ടില്ലായിരിക്കും, കാരണം ഒത്തിരി റെയറാണ്, അത് ആരും ഉപയോഗിക്കാറില്ല. പിന്നെ അല്ല കുഴപ്പമില്ല, പിന്നെ ശീലമായിക്കോളും. ഇംഗ്ലീഷിൽ അതിന് ചീത്ത എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ, അറിഞ്ഞിരുന്നാൽ മതി. പല്ലിനോട് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ചതിയോ ഇപ്പൊ അവരാ ചെയ്തത്. കത്രിക വെച്ച് നൂഡിൽസ് മുറിക്കുന്നു. മുള്ളാമുട്ടുന്നു, പക്ഷെ അവിടെ ടോയ്ലറ്റ് ഇല്ല. വളരെ ദുഃഖിതനാക്കുന്ന ഒരു കാര്യമാണ്. തേപ്പോ? എന്തുവാ? കുറേ സയൻറ്റിസ്റ്റുമാർ പറഞ്ഞായിരുന്നു ഈ കാലഘട്ടത്തിൽ പറക്കുന്ന കാറ് കാണാം, പറക്കുന്ന സൈക്കിള് കാണാം, പറക്കുന്ന ബൈക്ക് കാണുമെന്നൊക്കെ. എന്നിട്ട് ഇപ്പം നടക്കുന്നതോ കുപ്പിക്കകത്ത് മുള്ളി വെക്കുന്നു. പറക്കുന്ന കാറല്ലേ ഈ കാലഘട്ടത്തിൽ വന്നത്, പറന്ന് നടക്കുന്ന വധൂരികളാ ഇവിടെ മൊത്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഷോർട്ടാണോ വലുതാണോ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇപ്പോൾ വ്യൂസ് ഭയങ്കര കുറവാണ്. ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം റെക്കമെൻഡ് വല്ലതും വരുമായിരിക്കും. അപ്പം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. പിന്നെ അവിടെ ഒരു ബെല്ലൈക്കണും ഉണ്ട്, അതിലും കൂടെ ഞെക്കിയേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ പ്ലീസ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ.